എടാ ഈ ടൗണിലൊക്കെ ഓരോ കൊച്ചു ആമ്പിള്ളേരെ ഓരോ പെൺപിള്ളേരെ കൊണ്ട് പോകുന്നതാണ്. അത് ഇത്രയുള്ള പിള്ളേരൊക്കെ അവസ്ഥ ഇത്. നീ ടൗണിലേക്കാര്യം പറയുന്നത് നാട്ടിൽ ഒരു മാസം കൂടുമ്പോ വരുന്ന എനിക്ക് ഇവിടെ അറിയാത്തോണ്ടാ. ആ. കൂടി പിള്ളേർ വരെ കൊച്ചു പെൺപിള്ളേരെ കൊണ്ട് പോയ എക്സ്പീരിയൻസിന്റെ കഥ. ഇത് എക്സ്പീരിയൻസിന്റെ കഥ വന്ന് കളിക്കാൻ വരുമ്പോ ഞങ്ങളടുത്ത് പറയുന്നത് ഞെട്ടിപ്പോ. നമുക്ക് ഇങ്ങനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഇങ്ങനെ നടന്നാ മതിയോ? വേണം. നിന്റെ വീടിന്റെ അപ്പുറത്തല്ലേ മറ്റേ സ്റ്റെഫി ജോസിന്റെ വീട്? ഒന്ന് മുട്ടി നോക്കിയാലോ? അയ്യേ, എന്താ ഈ എടാ നാട്ടിലുള്ള ഇതുപോലെ ഞരമ്പന്മാര് വരെ അവിടെ പുറകെ ഇടയ്ക്ക് കാർ കയറിക്കൊണ്ട് പോകുന്നതാണ്. ആ എവിടെ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാ, നമ്മൾ ഈ നാട്ടിൽ നമ്മുടെ വില കളയരുത്. നാട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അറിഞ്ഞ് നാട്ടുകാർ എടുത്തിട്ട് നമ്മളെ ഉടുക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് എപ്പോഴും പുറത്തു പോയി കളിക്കണം. നോക്കിയിരുന്നാ മതി, കിട്ടിയതാണ്. ശരിക്കും നമ്മൾ പഴഞ്ചനായതാണോ അതോ കാലം മാറിയതാണോ എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പെൺകൊച്ചിന് മെസ്സേജ് അയച്ചു. എന്താ ഡ്രസ് ഇട്ടേക്കുന്ന ചോദിച്ചത്. എന്നിട്ട് പോഞ്ഞിന്റെ തന്ത എടുത്ത് ചോദിക്കാനുള്ളത് എന്താന്നുള്ളത്. ഒരുമാതിരി കൊട്ടയിലിരുന്ന് പോവുകയും ചെയ്ത് കോണാത്തിലിരുന്ന് പോയിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, വായി വന്നത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഗോപാലട്ടന്റെ മോള് ബാംഗ്ലൂരാ താമസം. കുറെ ആമ്പിള്ളാരുടെ കൂടെയൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ട്. അവളെ ഒന്ന് മുട്ടി നോക്കിയാലോ? ഈ പിള്ളേരൊക്കെ എങ്ങനെ വിശ്വസിച്ച് കിട്ടുമല്ലേ? ഷോ കാലം പോര് പോക്കി. എടാ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഈ എന്നെ സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ച്, ഈ കുട്ടി നിക്കറൊന്നും വിടാത്ത പെങ്കൊച്ച്, സ്ലീവ്ലെസ് ഇടാത്ത പെങ്കൊച്ച്, ഒരുപാട് ആമ്പിള്ളേരോട് സംസാരിക്കാത്ത പെങ്കൊച്ച്, എനിക്ക് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മോൻ ഇന്ന് രാവിലെ പ്രസവിച്ച് വേണമെങ്കിലും കുട്ടി പോയി നോക്കും, കിട്ടും. ഇതെല്ലാം ഒരുമിച്ച് നാട്ടിൽ പെമ്പിളല്ലാത്തോണ്ടല്ലേ